BJP ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഓർഗനൈസറിൽ ക്രിസ്ത്യൻ ഭൂമിയെക്കുറിച്ചുള്ള വിവാദ ലേഖനം വരുന്നു. ജബൽപൂരിൽ വൈദികനെ തല്ലിക്കൊല്ലുന്നു, പക്ഷേ ആക്രമിക്കുന്നു. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ അടുക്കാൻ BJP കാണിക്കുന്ന താല്പര്യവും BJPയുടെ അടുക്കാൻ ക്രൈസ്തവ സഭകളിൽ ഒരു ഭാഗം കാണിക്കുന്ന താല്പര്യവും അതെങ്ങനെയായിരിക്കും MA ബേബി അങ്ങ് നേരിടാൻ പോകുന്നത്? അല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പല സങ്കീർണതകളുമുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, മുസ്ലിം ന്യൂനപക്ഷത്തോടും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിവിധ ഡിനോമിനേഷൻസ് അവാന്തര വിഭാഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് മാധവ സദാശിവ ഗോൾവൾക്കറുടെ വിചാരധാര എന്ന പുസ്തകത്തിലെ 3 ആഭ്യന്തര ശത്രുക്കൾ എന്ന ഭാഗം വായിക്കണം. അവർ വായിച്ചിട്ടുണ്ടാവും. ഇയാളാരാ ഞങ്ങളോട് ഈ പുസ്തകമൊക്കെ വായിക്കാൻ പറയാനെന്ന് ദയവായി ബഹുമാനപ്പെട്ട സഭാപിതാക്കന്മാരും മുസ്ലിം മതപണ്ഡിതന്മാരും ഒന്നും എന്നോട് പരിഭവിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ ഗോൾവൾക്കർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യയിലെ 3 ആഭ്യന്തര ശത്രുക്കൾ, RSSൻ്റെ 3 ആഭ്യന്തര ശത്രുക്കൾ, 1 മുസ്ലിങ്ങൾ, 1 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഇതിലെനിക്ക് ആകെയുള്ളൊരു പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ RSSൻ്റെ 3ാമത്തെ ആഭ്യന്തര ശത്രുവായിട്ട് തരം താഴ്ത്തിയതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ഞങ്ങളെ 1ാമതായി പരിഗണിക്കണമായിരുന്നു.